നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള സന്ദേശം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. എന്ത് സന്ദേശമാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് 6 ഓഫ് കപ്പ്, ദ മൂൺ, ദ ഹാങ്ഡ് മാൻ, 6 ഓഫ് കപ്പ്. പഴയ ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വളരെ അധികം വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ റിലേഷൻ ആയിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, ജോലി ആയിരിക്കാം, സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം. ഇത് നിങ്ങളെ മാനസികമായി ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നൽകുന്ന സന്ദേശം 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഭാരങ്ങൾക്കും എല്ലാ വേദനകൾക്കും ഒരു സന്തോഷം നിങ്ങളെ തേടി എത്തുന്നു. ഒരു സെലിബ്രേഷനാണ് വരുന്നത്. ഇവിടെ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, കരിയറിലും സാമ്പത്തിക മേഖലകളിലും എന്ത് മാർഗനിർദ്ദേശമാണ് ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്ക് നൽകുന്നത്? എന്ത് മാർഗനിർദ്ദേശമാണ് കരിയറിലും സാമ്പത്തിക മേഖലകളിലും എന്ത് മാർഗനിർദ്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഗ്രോത്ത് വരാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിങ്ങളെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ കൊണ്ട് കൂടുതൽ അധ്വാനിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയോ സാമ്പത്തിക ഉയർച്ചയോ നിങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില വ്യക്തികൾക്ക്, കുടുംബാംഗങ്ങൾക്കായിരിക്കാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ രാപകലില്ലാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നൊന്നും യാതൊരു പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി ജീവിതത്തിൽ നല്ലൊരു ശതമാനവും ജീവിച്ച് തീർത്തതിന് ശേഷവും നമ്മളുടെ ഒരു ആവശ്യത്തിന് ആരുടെയും സഹായമോ സപ്പോർട്ടോ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ ആയിപ്പോയിരിക്കുന്ന ചില വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇമോഷണലായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നും 4 ഓഫ് കോയിൻ്റെ എനർജി, ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സമ്പാദിക്കുന്നോ അതിൽ ഒരു അംശം സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യവും ജോലിയും അതുപോലെ തന്നെ സാമ്പത്തിക സിറ്റുവേഷനോ ഒന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല. ഈ ഒരു സമയം നമുക്ക് ആരോഗ്യമോ സാമ്പത്തിക സിറ്റുവേഷനോ ജോലിയോ ചെയ്യുവാനുള്ള കഴിവുള്ള ഈ ഒരു സമയം നിങ്ങളുടെ എനർജി പൂർണ്ണമായും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് നിങ്ങളെ ഒരുപാട് ഭാരത്തിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നിരാശയും വിഷമങ്ങളും മാത്രമായിരിക്കും ഇതിൻ്റെ അവസാനം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത്, നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 1% നിങ്ങൾ സേവിങ്സ് ആക്കുക എന്ന്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ആക്കി നിങ്ങൾ മാറ്റുക. അതിൽ കുറച്ച് ജോലിയെ നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ അത് അത്രയും ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അവർക്കും ഇവർക്കും ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പോലും അതിൽ 1% നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് തീരുമാനിച്ച് അത് അത്രത്തോളം ഉറപ്പിച്ച് നിങ്ങൾ സേവിങ്സ് ചെയ്യുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഈ ആരോഗ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുകയില്ല. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, സ്നേഹബന്ധവും കുടുംബജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള എന്ത് മാറ്റമാണ് ഉണ്ടാകുക? നിങ്ങളുടെ സ്നേഹബന്ധത്തിലും കുടുംബജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള എന്ത് മാറ്റമാണ് ഉടൻ ഉണ്ടാകുക? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഒരു റീയൂണിയനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകൾ കാരണം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ചില വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കുകയുണ്ടായതായി കാണുന്നു. അതൊരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുള്ള ചില വാക്കുകളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലോ നമ്മൾ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക് ചില ബന്ധങ്ങൾ അവസാനിച്ചു പോയതായി കാണുന്നുണ്ട്. ഇതിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ട് തന്നെ അനുഭവിച്ചതായിട്ടുള്ള ചില കാർമിക് സിറ്റുവേഷനും പെയിൻ സിറ്റുവേഷൻ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായി കാണുന്നുണ്ട്. അതൊരു പക്ഷേ റീബർത്ത് ആയിരിക്കാം. നിങ്ങൾക്ക് നഷ്ടമായി പോയ ചില വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. കാരണം ഇവിടെ ലവേഴ്സിൻ്റെ കാർഡും വന്നിരിക്കുന്നു, വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു, 10 ഓഫ് കപ്പിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ വളരെ വലിയ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് ഇത് കാണുന്നുണ്ട്. ഓക്കെ,
സന്തോഷം, സെലിബ്രേഷനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, കാർഡ് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നോക്കാം. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെങ്കിൽ ഫ്യൂച്ചറും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഒന്നാമത്തെ കാർഡ് ഫാസ്റ്റ്, 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുവാനും സ്നേഹത്തോടെ ഇരിക്കുവാനും മറ്റുള്ളവർക്കും നിങ്ങളൊരു നിങ്ങളുടെ സന്തോഷം പകർന്നു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സ്നേഹത്തിലും സന്തോഷത്തിലും ഗിവ് ആൻഡ് ടേക്ക് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയതായി കാണുന്നു. ഓക്കെ, അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും, സാമ്പത്തികമായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടായിരിക്കാം, വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയം തന്നെ ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. 2 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ക്യൂൻ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സെലിബ്രേഷനും കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഉണ്ടായിരുന്നതായി കാണുന്നു. ഓക്കെ, പ്രസന്റ് സിറ്റുവേഷൻ ക്യൂൻ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി, ക്യൂൻ ഓഫ് കോയിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ മാറിയപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായോ സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് അധികം ചെലവഴിക്കേണ്ടി വരുന്നു സമയം. ഓക്കെ, സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലോ സാമ്പത്തിക സിറ്റുവേഷനിലോ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഇമോഷനെ ബാലൻസ് ചെയ്യുവാനോ കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടോ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജം മുഴുവനും ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് പഴയതുപോലെ ഇറങ്ങി ചെല്ലുവാനോ സന്തോഷിക്കുവാനോ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഫ്യൂച്ചറിൽ എന്തായിരിക്കും? ഓക്കെ, ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ തികച്ചും നിങ്ങൾ മാനസികമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എന്ത് മാറ്റമാണ് ലൈഫിൽ വരുത്തേണ്ടത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. വേൾഡ് സൂചിപ്പിക്കുന്നത് നമ്മൾ എല്ലാ കാര്യത്തെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എൻഡിങ് എനർജിയാണ് കാണിക്കുന്നത്. എൻഡായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ജോലിയിലേക്ക് മാത്രം തിരക്കുകൾ കാണും. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിലോ അല്ലെങ്കിൽ കുട്ടികളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നതിനോ സന്തോഷിക്കുന്നതിനോ ഒക്കെ നമ്മൾ സാമ്പത്തിക കാര്യം കാരണം നമ്മൾ അതെല്ലാം മാറ്റി വെക്കുന്നതോടൊപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് യഥാർത്ഥ സന്തോഷമാണ്, ജീവിതത്തിൻ്റെ ഒരു സെലിബ്രേഷനെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബത്തോടൊപ്പം സെലിബ്രേഷൻ, സന്തോഷം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് നിലനിർത്തുക, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഒരു സന്തോഷമാക്കി സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും സമ്പത്തിൻ്റെ പൈസയുടെ പിറകെ തന്നെയാണ്. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പൈസ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മൈൻഡ് പൂർണ്ണമായും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകുകയും കുടുംബത്തിൽ സ്നേഹം, സന്തോഷം, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, ചിരി, കളി ഇതെല്ലാം മാറിപ്പോകുന്ന അവസ്ഥകളാണ് വരുന്നത്. കുട്ടികളെല്ലാം മൊബൈലിൽ, ഗെയിമിലും മറ്റും മാറി തിരിഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽ ആ സന്തോഷവും കളിയും ചിരിയും പിണക്കങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് ഏറ്റവും സന്തോഷകരമായി മാറുകയുള്ളൂ. പ്രപഞ്ചത്തിന് അതാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ലൈഫിൽ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന അതേ സ്നേഹവും കെയറിങ്ങും നിങ്ങളുടെ പാർട്ട്ണറോടാണെങ്കിലും നിങ്ങളുടെ കുട്ടികളോടാണെങ്കിലും കുടുംബത്തോടാണെങ്കിലും അച്ഛനമ്മയോടാണെങ്കിലും നമ്മളുടെ കൂടെ ആരാണോ ഉള്ളത്, നമ്മുടെ ചുറ്റിനും എന്താണോ ഉള്ളത് അവരുമായി സന്തോഷത്തിലായിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ജോലിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇതിപ്പം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ, ഇപ്പം ലവ് റിലേഷൻ ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നമുക്ക് ജോലി സ്ഥലത്ത് ഒരു സമാധാനവും സന്തോഷവും ഇല്ല. എന്ത് ചെയ്തിരുന്നാലും സ്ട്രെസ്സും കാര്യങ്ങളും മാത്രമായിരിക്കും. നമ്മുടെ മാനസികാവസ്ഥയെ വല്ലാണ്ട് ഉലച്ചു കളയും. ഒരു സന്തോഷത്തോടു കൂടി ഒരു ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ആ ജോലി ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അവിടെയും സമാധാനക്കേട്. അത് നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തെയും ജീവനെയും കാർന്നെടുക്കപ്പെടും. അതുകൊണ്ട് പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുക. സന്തോഷത്തിൽ നിന്നുള്ള ഊർജ്ജം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ ജോലിയിലുമൊക്കെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നൽകുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങൾ, എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഏകദേശം ഭാഗ്യമുള്ള ചില വ്യക്തികൾക്ക് മാത്രം തൻ്റെ കുടുംബത്തെയും സ്നേഹിച്ച് അതുപോലെ
ജോലിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ കുടുംബത്തോടെയാണ് ജീവിക്കുന്നത്, കുട്ടികളോടൊപ്പം നിൽക്കുന്നു, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും കുടുംബത്തോട് സന്തോഷിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ജോലിയുടെ കാര്യത്തിൽ സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇവിടെ എങ്ങനെ ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് പെട്ടുപോകും. ഓക്കെ, അപ്പം പ്രസൻറ്റിൽ നിങ്ങൾ കുറേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, അത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഉലച്ചിലുകൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം പറയുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക, അതോടൊപ്പം തന്നെ കുടുംബത്തിനാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സമയം മാറ്റിവെക്കുക, ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് എനർജി, ആഭിചാര കർമ്മം, ഡെവിൾ കണ്ണുകൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നുണ്ടോ? പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു. ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് തന്നെ വന്ന എനർജി ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഇമോഷണലി തകർത്ത ഒരു നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. പുറമേ നമ്മൾ സന്തോഷിച്ച് നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവിൻ്റെ എനർജി കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെയോ ആ സാഹചര്യത്തെയോ ജോലിയോ സാമ്പത്തിക സിറ്റുവേഷനോ എന്ത് തന്നെയാണെങ്കിലും അതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് സോറി, ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ റിലീസ് ചെയ്യുക. കാരണം നിങ്ങളിൽ ആ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നത് കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള പല ഓഫറുകളും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതൊരു സ്നേഹബന്ധമായിരിക്കാം, സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം, ജോലിയായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് ജോലി സ്ഥലത്ത് ഒരുപാട് വേദനകൾ വരുന്ന സമയത്ത് നമ്മൾ ആ ജോലി ഒരുപാട് കുറ്റം പറയും. ഓ, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ഇത്ര സാലറിയാണ് കിട്ടുന്നത്, കഠിനാധ്വാനം ഇത്രത്തോളമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരന്തരമായിട്ട് ഒരു ജോലിയെ കുറ്റം പറയുകയും അവസാനം നമ്മൾ എന്താണോ ആ ജോലിയിലേക്ക് കൊടുക്കുന്ന എനർജി നെഗറ്റീവ് എനർജിയാണ്, അത് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ജോലിയെ ഉപേക്ഷിക്കും. ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് നമുക്കൊരിക്കലും ഒരു ജോലി അന്വേഷിച്ചാൽ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ജോലി ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ നല്ലോണം ആഹാരം കഴിച്ചിരുന്നു, ആ പൈസ കൊണ്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു, നമ്മുടെ ആരോഗ്യം നോക്കിയിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ആ ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിരന്തരം നമ്മൾ ആ കാര്യത്തെ കുറ്റം പറയുകയും ആ കുറ്റം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എന്നേക്കുമായിട്ട് നമ്മളിൽ നിന്ന് ആ കാര്യം നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് നമ്മൾ ആ ഒരു വിഷമത്തിലും ആ ഒരു നിരാശയിലും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായി കാണുക. ഇതിപ്പോൾ ജോലിയുടെ കാര്യം മാത്രമല്ല, അത് സാമ്പത്തികമാകാം, ഏതെങ്കിലും ഭൂമിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാകാം. ഓക്കെ, ഇതെല്ലാം നമ്മളൊരു സമയത്ത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നാണ് പ്രപഞ്ചം പറയുന്നത്. അതുകൊണ്ട് ഇത് പുറത്തു നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ആഭിചാരമോ നെഗറ്റീവ് എനർജിയോ അല്ല, അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ നിരന്തരമായി ചിന്തിച്ചതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഫലമായിട്ട് ഉണ്ടായ നെഗറ്റീവ് ഊർജ്ജമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾ തന്നെ സെൽഫ് ലവ് ആണ് ഇതിനുള്ള മെഡിസിൻ, അല്ലാതെ മറ്റൊന്നുമില്ല. സെൽഫ് ലവ് ചെയ്യുക, കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക, ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളത് ഉറച്ച് സംസാരിക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക, ഈ ഒരു അന്ധകാരം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. ഓക്കെ, അല്ലാതെ വേറെ മെഡിസിന് ഇതിനില്ല. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു സംരക്ഷണ വലയം നിങ്ങളിലുള്ളത് കൊണ്ട് നിലവിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയും തേർഡ് ഐ ചക്രയും ബ്ലോക്ക് ആയിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കെല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാർട്ട് ചക്ര ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സങ്കടങ്ങളായിരിക്കും, അവരുടെ പരാതി എങ്ങനെ നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ചും പരാതിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നമ്മുടെ ഇമോഷനെ ബാലൻസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ പോകും. അതുപോലെ തന്നെ പുതിയ പുതിയ വഴികളും നമുക്ക് വേണ്ടി പുതിയ ഓപ്പർച്യൂണിറ്റികളും വരുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഇവിടെ ഒരു ആഭിചാര കർമ്മങ്ങളല്ല വന്നിരിക്കുന്നത്, നമ്മുടെ ചക്രാസ് ഇവിടെ ബ്ലോക്ക് ആയി പോയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ
സാമ്പത്തികമോ റിലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ബ്ലോക്ക് ആയതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലാതെ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആഭിചാര കർമ്മമോ നെഗറ്റീവോ നിലവിലില്ല. ചക്രാസ് ബ്ലോക്ക് ആയിരിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റക്നെസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഹീലിംഗ് ചെയ്യുക. നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 7 ചക്ര മെഡിറ്റേഷനോ നമുക്ക് 7 ചക്ര മെഡിറ്റേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അടുപ്പിച്ചൊരു 21 ഡേയ്സ് നിങ്ങൾ ചക്രാസ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. അഥവാ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചക്രാസ് ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. 7 ദിവസത്തെ ഹീലിംഗ് റീക്കി ഹീലിങ്ങിലൂടെ നമ്മൾ ചക്രാസ് ഹീലിംഗ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ സ്വയം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ്? പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്താണ്? വരാൻ പോകുന്ന ബ്ലെസ്സിങ് ഏതാണ്? ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി, പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ്, വരാൻ പോകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. കഠിനാധ്വാനത്തിനൊരു കുറവുമില്ല. എത്രത്തോളം ആണെങ്കിലും വീട്ടിലും ജോലി, എന്നും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനോ സാമ്പത്തികപരമായ ഒരു ഗ്രോത്തോ നിങ്ങൾക്ക് നിലവിൽ കാണുന്നില്ല. സാമ്പത്തിക ചോർച്ച ഒരുപാട് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പ്രപഞ്ചം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നല്ലത്, അതാണ് നല്ലത്, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ. അപ്പം ഒരു സ്ഥിരതയില്ല, അഫർമേഷൻ നടക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉറപ്പിച്ചിട്ടില്ല നമുക്ക് എന്താണ് വേണ്ടതെന്നും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഒരു കാര്യം നടക്കുമോ, നടക്കുമോ, അതെങ്ങനെ ചെയ്യണോ, അത് മാറി ചെയ്യണോ എന്നിങ്ങനെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുക, അതിനെ വിശ്വസിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുകയും ചെയ്യുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രഹണങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നു. കുറേ നാളായി ശനിദോഷത്തിലോ അല്ലെങ്കിൽ ഗ്രഹണത്തിലോ ആയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന പല സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി പോകേണ്ടി വരുന്നു. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒന്നുമല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇറങ്ങി പോകുന്ന അവസ്ഥയായിരിക്കാം. ഓക്കെ, ഗ്രഹണത്തിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ് പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നഷ്ടപ്പെട്ടു പോയത് എന്താണോ അത് നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജീവിതത്തിൻ്റെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജീവിതത്തിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 5 ഓഫ് കപ്പിൻ്റെ എനർജി എന്താണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ നേടിയെടുക്കുന്നു. അത് ആത്മീയ ബലമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് അപമാനം നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ജീവിതത്തിൽ ഒരുപാട് നിരാശ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെയെല്ലാം നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ടാകുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്, ഗ്രോത്ത് ആണ്, ജസ്റ്റിസ് ലഭിക്കുന്നു. എവിടെയാണോ നിങ്ങൾ തകർന്നു പോയത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് പ്രപഞ്ചം ഈ കാർഡ്സിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ പ്രപഞ്ചം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. റീഡിംഗ് ആണ്. നിങ്ങൾ എത്രത്തോളം അഫർമേഷൻ ചെയ്യുന്നോ അത്രത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യൂട്യൂബിലൂടെ നിങ്ങൾക്കും വരുമാനം സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ന്യൂമറോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുട്ടികളുടെ പേര്, വിദ്യാഭ്യാസം, ഇനി കുഞ്ഞുങ്ങളെ ഏത് നിലയിൽ പഠിപ്പിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പം കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ഫുൾ നെയിം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് ഏതാണ് ഡെസ്റ്റിനിയിലുള്ള ജോബ്, ഏതാണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ന്യൂമറോളജിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.